ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ വിശേഷങ്ങളും സുഖമായിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് ആയിട്ട് വാളണ്ടിയർ ആയിട്ട് എല്ലാവരും ആവശ്യമാണ്. അപ്പോൾ വിഷയം ഒരു വർഷം എല്ലാവരും ആയിക്കോളും. പിന്നെ അത് നമ്മൾ പോസ്റ്റ് വഴി നമുക്ക് അയക്കുന്നത്. പോസ്റ്റ് വഴി അയക്കുമ്പോൾ എനിക്ക് ഓഫേഴ്സ് വേണം പോകാൻ. അപ്പോൾ പോസ്റ്റ് വഴി അയക്കുമ്പോൾ പറയുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു ദിവസം അങ്ങനെ കൊടുക്കാം. ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖാണെന്ന് വിചാരിക്കണ്. പിന്നെ നാളെ ആണല്ലോ വിഷു. അപ്പോൾ വിഷുവിൻ്റെ മുടവാണ് ഇപ്പം നാളെ. അപ്പോൾ നമ്മൾ ആദ്യം സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയാണ് നമ്മൾ സാധനങ്ങൾ അയച്ചു തരുന്നത്. ഇപ്പം നമ്മൾ പോസ്റ്റ് വഴി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ് വഴി ആക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം പോസ്റ്റ് വഴി അയക്കുമ്പോൾ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയി അയക്കാൻ. അപ്പം എനിക്ക് ഒന്നിച്ചിട്ട് എല്ലാവരും ഓർഡറും കൂടെ ഒരു ദിവസം കൊണ്ടുപോയിട്ട് അയക്കാനാണ് എനിക്ക് പറ്റുള്ളൂ. മറ്റേത് കൊറിയർ അയക്കുകയാണെങ്കിൽ നമ്മൾ ആവണത് ഓരോരുത്തരുടെ അയച്ചു തന്നായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനെ പറ്റില്ല. ഇപ്പം നമുക്ക് ഓരോരുത്തരുടെ എല്ലാവരും ഒരുമിച്ചായിട്ടാണ് നമുക്കിപ്പോൾ പോസ്റ്റ് വഴി അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ പോസ്റ്റ് വഴി വീട്ടിലാണ് സാധനം എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുമ്പോൾ. അവർ ഏതെങ്കിലും കൊറിയർ ഓഫീസിൽ വന്നിട്ടാണ് പിന്നെ അവരെ വിളിക്കുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വണ്ടി വിളിച്ച് പോകണം. ഇവിടുന്ന് ഷിപ്പിംഗ് ഇല്ലാണ്ട് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടുന്ന് സാധനം എടുക്കാൻ പോകണമെങ്കിൽ ഈ ഷിപ്പിങ്ങിൻ്റെ പൈസ ഞങ്ങൾ വണ്ടിക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ പരാതി പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഇവരൊക്കെ പരാതി പ്രകാരമാണ് നമ്മൾ പോസ്റ്റ് വഴിയാക്കിയത്. നമുക്ക് കുറച്ച് റിസ്ക് ആണെങ്കിലും നമ്മളത് പോസ്റ്റ് വഴി ഇവർക്ക് ഇവരെ വീട്ടിലെത്തിച്ചു കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ് വഴി ആക്കിയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ അയച്ചോ എന്നിങ്ങനെ ചോദിക്കണ്ട. കാരണം നിങ്ങളുടെ സാധനം കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങളുടെ കയ്യിലെത്തും. പിന്നെ അത്യാവശ്യം ഓർഡർ ഉണ്ട്, അത്യാവശ്യമാണ് എന്നുള്ളത്, അങ്ങനെ അത്യാവശ്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുക. അപ്പം നമ്മളത് അതിനനുസരിച്ചിട്ട് അയച്ചു കൊടുക്കും. ഇനിയിപ്പോൾ ഇന്നും നാളെയും നമ്മൾ എല്ലാവരും പാക്കിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചൊവ്വാഴ്ച എല്ലാവരുടെ പ്രൊഡക്റ്റും പോസ്റ്റ് വഴി അയച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്നിപ്പോൾ ലീവാണ്, ഞായറാഴ്ച. അതുപോലെ തന്നെ നാളെ വിഷുവിൻ്റെ മുടവാണ്. അപ്പം ഇന്നത്തെയും നാളത്തെയും പാക്കിങ്ങും കൂടെ കഴിയണം. എല്ലാവരുടെ പാക്കിങ്ങും കഴിഞ്ഞിട്ട് വേണം നമുക്ക് അത് ഒറ്റ വണ്ടിക്ക് ചൊവ്വാഴ്ച കൊണ്ടുപോയിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാൻ. അപ്പം എല്ലാവരോടും പറയുകയാണ്, നമ്മൾ പോസ്റ്റ് വഴി ആക്കിയിട്ടുണ്ട്. ഇനി ഓർഡർ എടുക്കാൻ മടിച്ചിരിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ കഴിഞ്ഞ ഗിവ് അവേയിൽ 2 പേരെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 ആളും എന്നെ ഒന്ന് ഈ വീഡിയോ കാണുക എന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. കാരണം അവരുടെ നമ്പർ ഞാൻ തുടക്കത്തിൽ തന്നെ എഴുതി വെക്കാൻ പറഞ്ഞു. അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2 പേര്. അപ്പോൾ അവരെന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞാൻ അവരുടെ പേര് ഇവിടെ എഴുതി വെക്കാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ അവർ 2 ആളും എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. കാരണം നമ്മൾ ഫസ്റ്റ് കിട്ടിയ ആൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കാരണം നമ്മൾ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അതിൽ 2 പേര് നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 പേർക്ക് ഒരാൾക്ക് കഴിച്ചതിനും ഒരാൾക്ക് മാലിനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. കാരണം അന്ന് മെസ്സേജ് ഇട്ടപ്പോൾ പിന്നെ ഞാനത് നോട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അവരെന്നെ കോണ്ടാക്ട് ചെയ്യും. ഈ വിഷുവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ 10 പേർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണതാണ്. അപ്പോൾ ഈ വിഷുവും തിരക്കും കാര്യങ്ങളൊക്കെ കഴിയട്ടെ. അപ്പോൾ പിന്നെ നമ്മൾ കുറേ സ്റ്റോക്കൊക്കെ കൊടുത്ത് ഒഴിവാക്കി. ഇനിയും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അത് നമുക്കിങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിറ്റുകളാക്കിയിട്ട് 100ൻ്റെ ചോടുള്ള കിറ്റുകളാക്കിയിട്ട് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിറ്റുകളൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക, ഇനിയും ഇതുപോലെ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ, ചെറിയ 100ൻ്റെ ഉള്ളിലുള്ള കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം. മെയിനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഷോപ്പിലേക്കുള്ള ഓർഡർ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കുറച്ചൊരു തിരക്കുണ്ട്. അതായത് ഷോപ്പിലേക്ക് പെട്ടെന്നാണ് നമുക്ക് ഓർഡർ കിട്ടുക. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഓർഡർ ഷോപ്പിലേക്ക് കിട്ടും. കാരണം സ്കൂളൊക്കെ തുറക്കാനായി കഴിഞ്ഞാൽ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇനിയും നമുക്ക് ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ അടുത്തുള്ളവരൊക്കെ ആണെന്നുവെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളവർക്ക് വേക്കൻസി കൊടുക്കും. അകലുള്ളവർക്ക് നമുക്ക് വേക്കൻസി കൊടുക്കാൻ പറ്റില്ല, അടുത്തുള്ളവർക്ക് നമ്മൾ വേക്കൻസി കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.